ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്വിസ് മത്സരങ്ങളിലും ആവർത്തിച്ച് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. എൻവിറോൺമെൻറ്റൽ ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 10ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് 9 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 9 വീഡിയോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദ്യങ്ങളെല്ലാം കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് റിവൈസ് ചെയ്യുക. കൂടാതെ എല്ലാ വീഡിയോസിലെ പോലെ തന്നെയും ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. അടുത്തതായി ഒരു വീഡിയോ ചെയ്യുന്നില്ല എങ്കിൽ കമൻറ്റ് ബോക്സിലായിരിക്കും നമ്മൾ വിന്നറിനെ പ്രഖ്യാപിക്കുക. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയി ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം KM മുൻഷിയാണ്. അപ്പോൾ ഈ ഒരു ഉത്തരം കമൻറ്റ് ചെയ്ത 6 പേരെയാണ് നമ്മൾ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത്. റിസിൻ, സിദ്ധാർത്ഥ് V, നവനീത്, സമീർ AK എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, ആദ്യലക്ഷ്മി P, യദു കൃഷ്ണ S എന്ന് പറയുന്നവരെയാണ് നമ്മൾ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. അതായത് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. പകരം ഇതൊക്കെ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെയും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാ പരിസ്ഥിതി ദിന ക്വിസിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16-ാം തീയതിയാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം: പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? പ്രൊജക്റ്റ് ടൈഗർ എന്താണെന്നൊക്കെ നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ആയിരത്തി 1973 പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയത്. 1973 വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ചിപ്കോ പ്രസ്ഥാനം തുടങ്ങിയതും 1973. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ R മിശ്ര. അതായത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ R മിശ്രയാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എൻവിറോൺമെൻറ്റ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് പരിസ്ഥിതിയുടെ പിതാവ് അഥവാ ഫാദർ ഓഫ് എൻവിറോൺമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം: ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റേച്ചൽ കഴ്സൺ എന്ന് പറയുന്ന സ്ത്രീയാണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. എട്ടാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏതാണ്? നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് വനപ്രദേശമുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
കാലാവസ്ഥാ മാറ്റത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. അതായത് ക്യോട്ടോ പ്രോട്ടോക്കോൾ കാലാവസ്ഥാ മാറ്റവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 10ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. 12ാമത്തെ ചോദ്യം, വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അപ്പോൾ ഈ ഒരു ടൈപ്പിൽ 3 ചോദ്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കിയാണ്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 13ാമത്തെ ചോദ്യം, ലോക വനദിനം എന്നാണ്? മാർച്ച് 21-ാം തീയതിയാണ് ലോക വനദിനം. അതായത് വേൾഡ് ഫോറസ്റ്റ് ഡേ മാർച്ച് 21-ാം തീയതിയാണ്. അതേപോലെ തന്നെ ഓസോൺ ഡേ സെപ്റ്റംബർ 16-ാം തീയതിയാണ്. ഈ 2 ഡേയ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മലയാള മാസമായ ചിങ്ങം 1-ാം തീയതിയാണ് നമ്മൾ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? വങ്കാരി മത്തായി ആണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സണാണ് വങ്കാരി മത്തായി. അപ്പോൾ വങ്കാരി മത്തായിയെ പറ്റിയുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് ക്വിസിന് ഉപകാരപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കേരളത്തിലെ കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ജൈവ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേപോലെയുള്ള സിമിലറായ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അതിൻ്റെ ഉത്തരം പഞ്ചാബ് ആയിരുന്നു. അതേപോലെ കേരളത്തിൻ്റെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. അടുത്ത ചോദ്യവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത്? കേരളത്തിൽ 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്. ഈ ഒരു ചോദ്യം നമ്മുടെ കേരള ദിന ക്വിസിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു പരിസ്ഥിതി ദിന ക്വിസിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് WWF. അതിൻ്റെ ചിഹ്നം എന്താണ്? WWF എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ആ സംഘടനയുടെ ചിഹ്നം ഭീമൻ പാണ്ട അഥവാ റെഡ് പാണ്ട. ഈ 2 ഉത്തരങ്ങളും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് പാണ്ട എന്ന് പറയുന്ന ഒരു ആൻസറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടോട്ടൽ 10 വീഡിയോസാണ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 9 വീഡിയോസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ ആയ 10ാമത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള 9 വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ആ 9 വീഡിയോസും കാണാൻ സമയമില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ PDF ലഭിക്കുന്നതാണ്. ആ PDF വായിച്ച് നോക്കിയാലും മതിയാവും. സമയമുള്ളവർ നമ്മുടെ വീഡിയോസ് കൂടി ഒന്ന് കാണുക. അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള എല്ലാ സ്പെഷ്യൽ ഡേയ്സിനും നമ്മൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.